ഇടുക്കിയിലേക്ക് സ്വാഗതം. അംബേദ്കർ നഗരവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടാലിപ്പാറ ഉന്നതിയിൽ നിർമ്മിക്കുന്ന വിവിധ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാഞ്ചിയാർ സ്വരാജ് കോടാലിപ്പാറ ഉന്നതി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വിവിധ വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്ത കാണാം. കാഞ്ചിയാർ പഞ്ചായത്തിലെ കോടാലിപ്പാറ ഉന്നതിയിൽ 2022-23 വർഷത്തെ അംബേദ്കർ നഗരവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുക്കുകയും ജില്ലാ നിർമ്മിതി കേന്ദ്രം മുഖേന പദ്ധതി നടപ്പിലാക്കുന്നതിനായി ടെൻഡർ നടപടികളും പൂർത്തീകരിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കമ്മ്യൂണിറ്റി ഹാൾ മെയിന്റനൻസ്, വൈദ്യുതീകരണം, ടോയ്ലറ്റ് മെയിന്റനൻസ്, ഓട നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, റോഡ് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് ഉന്നതിയിൽ നടപ്പിലാക്കുന്നത്. കാഞ്ചിയാർ സ്വരാജ് കോടാലിപ്പാറ ഉന്നതി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വിവിധ വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഈ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കോടാലിപ്പാറ ഉന്നതിയിൽ 22-23 വർഷത്തെ അംബേദ്കർ നഗർ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൻ്റെ ഭാഗമായി ഇതിനോടകം ഈ പ്രദേശമെല്ലാം വന്ന് സന്ദർശിച്ച് ഈ ഉന്നതിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളും ചെയ്യേണ്ട പ്രവർത്തികളെക്കുറിച്ചുമെല്ലാം നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ഈ ഉന്നതിയുടെ വളർച്ചയിൽ സമഗ്രമായ മാറ്റങ്ങളൊക്കെ നിദാനമാകുന്ന കുറച്ചേറെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സൗകര്യങ്ങൾ വർദ്ധിച്ചു വരും. അങ്ങനെ ഓരോ ഉന്നതികളും ഓരോ ഘട്ടം ഘട്ടമായി നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അങ്ങനെ അംബേദ്കർ നഗർ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒട്ടേറെ ഉന്നതികൾ നമ്മൾ ഇതിനോടകമായി തന്നെ പ്രവൃത്തി ആരംഭിച്ചതും ആരംഭിക്കാനുള്ളതുമായിട്ട് നിലവിലുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ എത്തി ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. നമ്മളിങ്ങോട്ടേക്കുള്ള റോഡ്, അടിസ്ഥാന വികസന രംഗത്തെ മാറ്റങ്ങൾ പഴയതിനേക്കാളൊക്കെ എത്ര ശക്തമായിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ പഴയതിനേക്കാൾ നല്ല നിലയിൽ പഠിക്കാൻ പോകുന്ന നല്ല അന്തരീക്ഷം ഉണ്ടാവും. മുരിക്കാട്ടുകുടി സ്കൂള് ട്രൈബൽ സ്കൂള് എന്നാണല്ലോ അതിൻ്റെ പേര് തന്നെ. അപ്പോൾ ഒരു ഘട്ടത്തിൽ എത്രയോ ആൾക്കാരുടെ ആഗ്രഹമായിരുന്നു ഈ പ്രദേശവാസികളായിട്ടുള്ള വിഭാഗങ്ങൾക്കെല്ലാം പഠിക്കാൻ ഒരു സ്കൂളുണ്ടാകണം. ആ സ്കൂളിനെ ഇന്ന് നമ്മൾ നവീകരിച്ച് ഒരുപക്ഷെ ട്രൈബൽ സ്കൂൾ എന്ന പേര് തന്നെ മാറ്റാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയാൻ കാരണം ആ പാരമ്പര്യവും സംസ്കാരവും എല്ലാം നമ്മുടെ നാട് എന്നും പുലർത്തണം. ഇന്ന് ആ സ്കൂൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ വിരലിലുണ്ടാവുന്ന സ്കൂളുകളുടെ എണ്ണത്തിലേക്ക് വന്നു. 15.5 കോടി രൂപയാണ് ആ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കുട്ടികൾ എത്ര മിടുക്കരായിട്ടാണ് പഠിച്ച് പുറത്തു വരുന്നത്. നല്ല മനോഹരമായ സ്കൂള്, അടിസ്ഥാന സൗകര്യം. ഉദ്ഘാടന ചടങ്ങിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ തോമസ്, DTPC പ്രോജക്ട് ഓഫീസർ G. അനിൽകുമാർ, ജില്ലാ നിർമ്മിതി പ്രോജക്ട് എഞ്ചിനീയർ ബിജു S, ഊരുമൂപ്പൻ രവി TC, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.